ഭരണഘടനാ ഭേദഗതികൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 20-ലാണ് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 20-ൽ ഒരേയൊരു ആർട്ടിക്കിൾ മാത്രമാണുള്ളത്, ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിലാണ്. 3 തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം. ഒന്നാമതായി സിമ്പിൾ മെജോറിറ്റി അഥവാ കേവല ഭൂരിപക്ഷം. സഭയുടെ കേവല ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ നിയമം പാസ്സാകും. രണ്ടാമതായി സ്പെഷ്യൽ മെജോറിറ്റി. ചില ഭാഗങ്ങൾ തിരുത്തണമെങ്കിൽ സഭയുടെ 2/3 ഭൂരിപക്ഷം വേണം. മൂന്നാമതായി ചില നിയമങ്ങൾ തിരുത്തണമെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങൾ പിന്തുണയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന അയവുള്ളതും കാർക്കശ്യ സ്വഭാവമുള്ളതുമാണ്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെന്റിലെ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ബിൽ അവതരിപ്പിക്കുകയും ലോക്സഭയിലും രാജ്യസഭയിലും അംഗീകരിക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്താൽ മാത്രമേ ആ ഭേദഗതി സാധ്യമാകുകയുള്ളൂ. ഏതു നിയമം രാജ്യത്ത് പാസ്സാക്കണമെങ്കിലും പ്രസിഡന്റിന്റെ ഒപ്പ് നിർബന്ധമാണ്. ഇത് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. പുതിയ സംസ്ഥാന രൂപീകരണത്തിന് കേവല ഭൂരിപക്ഷം മതി. ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951-ൽ 1-ാം ഭേദഗതി നിയമപ്രകാരം ഭൂപരിഷ്കരണ നിയമങ്ങൾ കൂട്ടിച്ചേർത്താണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 12 ഷെഡ്യൂളാണ്. 9-ാം ഷെഡ്യൂൾ നിലവിൽ വന്നത് 1951-ലെ 1-ാം ഭേദഗതി നിയമപ്രകാരമാണ്. അതിൽ ഭൂപരിഷ്കരണ നിയമങ്ങളാണ്. 7-ാം ഭരണഘടനാ ഭേദഗതി 1956-ലായിരുന്നു നിലവിൽ വന്നത്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണമാണ് 7-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 12-ാം ഭേദഗതി നിയമപ്രകാരം 1961-ൽ പോർച്ചുഗീസ് അധീനതയിലുണ്ടായിരുന്ന ഗോവ ഇന്ത്യയിൽ ലയിക്കപ്പെട്ടു. 13-ാം ഭേദഗതി നിയമപ്രകാരം 1963-ൽ നാഗാലാൻഡ് എന്ന സംസ്ഥാനം രൂപീകൃതമായി. 24-ാം ഭേദഗതി പ്രകാരം 1971-ൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട് എന്ന് വ്യക്തമാക്കി. പാർലമെന്റിന് മൗലികാവകാശങ്ങൾ തിരുത്താൻ അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസാണ് 1967-ലെ ഗോലഖ് നാഥ് കേസ്. 26-ാം ഭേദഗതി പ്രകാരം 1971-ൽ പ്രിവി പൾസ് നിർത്തലാക്കി. പ്രിവി പൾസ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 36-ാം ഭേദഗതി പ്രകാരം 1975-ൽ സിക്കിമിന് പൂർണ്ണ സംസ്ഥാന പദവി കിട്ടി. 42-ാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 42-ാം ഭേദഗതി പ്രകാരം 1-ാമതായി ആമുഖം തിരുത്തി, 2 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തു, 3-ാമതായി ലോക്സഭയുടെ കാലാവധി 5-ൽ നിന്നും 6 വർഷമാക്കി. 6 കൊല്ലത്തെ കാലാവധി കിട്ടിയ ഏക ലോകസഭ 5-ാം ലോകസഭയാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തിരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്നു പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. 44-ാം ഭേദഗതി പ്രകാരം 1985-ൽ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീക്കം ചെയ്തു. സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കിയത് വകുപ്പ് 300A പ്രകാരമാണ്. കൂറുമാറ്റ നിരോധന നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ച ഭേദഗതി 52-ാം ഭേദഗതിയാണ് 1985-ൽ. 55-ാം ഭേദഗതി പ്രകാരം 1987-ൽ അരുണാചൽ പ്രദേശ് രൂപീകരിക്കപ്പെട്ടു. 61-ാം ഭേദഗതി നിയമപ്രകാരം 1989-ൽ വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18-ആക്കി കുറച്ചു. 69-ാം ഭേദഗതി 1991-ൽ ഡൽഹിയെ കേന്ദ്രഭരണ തലസ്ഥാനമാക്കി. 63-ാം ഭേദഗതി പ്രകാരം 1992-ൽ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവന്നു. അന്ന് പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. 74-ാം ഭേദഗതി മുനിസിപ്പാലിറ്റികൾക്ക് പ്രത്യേക അധികാരം കൊടുത്തു. പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു.
6-ാം ഭേദഗതി പ്രകാരം 2002 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആയിരുന്നു. 89-ാം ഭേദഗതി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2ആയി വിഭജിച്ചു. 2003 99-ാം ഭേദഗതി പ്രകാരം 2015 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നിലവിൽ വന്നു. 100-ാം ഭേദഗതി പ്രകാരം ലാൻഡ് ബോർഡർ എഗ്രിമെന്റ് 2015 നിലവിൽ വന്നു. 101-ാം ഭേദഗതി പ്രകാരം 2017 GST നിലവിൽ വന്നു. 104-ാം ഭേദഗതി പ്രകാരം 2019 ആംഗ്ലോ ഇന്ത്യൻസിന്റെ സംവരണം എടുത്തുകളഞ്ഞു. 14-ാം ഭേദഗതി പ്രകാരം SC/ST-കാരുടെ സംവരണം 10 വർഷത്തേക്ക് നീട്ടി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ.